എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കുഞ്ഞു വീട്ടിലേക്ക് വലിയൊരു സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കൂട്ടുകാർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു കിടില മീൻകറിയാണ് നിങ്ങളെ ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. മീൻകറി എന്ന് പറയുമ്പോൾ നല്ല എരിയും പുളിയും ഉപ്പൊക്കെ മുന്നിൽ നിൽക്കുന്ന ഒരു 3-4 ദിവസത്തേക്ക് കേടൊന്നും കൂടാണ്ട് സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു കിടില മീൻകറിയാണ് നിങ്ങളെ ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് കേട്ടോ. മീൻകറി എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. അന്നേരം ഈ രീതിയിൽ ഏത് മീൻ കിട്ടിയാലും ഒന്ന് തയ്യാറാക്കി നോക്കണം. എല്ലാവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു മീൻകറിയാണ് കേട്ടോ. അല്ല, എൻ്റെ ചാറിന് പോലും അത്യാവശ്യം നല്ല കൊഴുപ്പോട് കൂടി നല്ല ടേസ്റ്റാണ്. ആ ചാറ് മാത്രം മതി നമുക്ക് കഴിക്കാൻ കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റുള്ളൊരു മീൻകറിയാണ്. അന്നേരം ദശ കട്ടിയുള്ള മീനാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. ഇപ്പോൾ ദശ കട്ടിയില്ലാത്ത മീൻ അല്ലെങ്കിൽ പോലും നല്ല ടേസ്റ്റാണ് കേട്ടോ. ചൂട് ദോശയുടെ കൂട്ടത്തിലോ കപ്പയുടെ കൂട്ടത്തിലോ ചക്കയോ അല്ലെങ്കിൽ ചോറിൻ്റെ കൂട്ടത്തിലോ എന്തിൻ്റെ കൂട്ടത്തിലും ബെസ്റ്റ് കോമ്പിനേഷനാണ്. അതിന് ഒരു 3-4 ദിവസത്തിൽ ഇത് കേടാവുകയില്ല. കേടാവാതെ അതിൽ കൂടുതൽ ദിവസം ഇരിക്കും. പക്ഷേ 4 ദിവസം ഞാൻ ഗ്യാരണ്ടി പറയാം. കാര്യം എന്ന് വെച്ചാൽ രാവിലെ വൈകിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി വെച്ചാൽ മതി. നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ഈ ഒരു കല്യാണ മീൻകറിയൊക്കെയാണ് അങ്ങനെ സൂക്ഷിച്ച് വെക്കാറുള്ളത്. പക്ഷേ ഈ രീതിയിൽ തയ്യാറാക്കിയാലും നമുക്ക് 3-4 ദിവസത്തിന് യാതൊരു കേടും കൂടാണ്ട് സൂക്ഷിക്കാൻ പറ്റും. ഇതിപ്പോൾ നമുക്ക് എടുത്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരച്ചൂരിയാണ് കേട്ടോ. ഒരു മുള്ളില്ലാത്ത ദശ മാത്രം ഉള്ളതുണ്ട്. ഈ ഒരു കഷ്ണത്തിലാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഒരു 12 കഷ്ണമാണ് എടുത്തിരിക്കുന്നത്. അന്നേരം അതിന് നമുക്ക് കഴുകി വൃത്തിയാക്കി മാറ്റി വെക്കാം. നമുക്കൊരു മസാല തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനൊരു പാത്രം അടപ്പ് വെച്ചിട്ടുണ്ട്. പാത്രം ചൂടായപ്പം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ ഒരു 5-6 ചുമന്നുള്ളിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ചെറുതായിട്ട് അരിഞ്ഞേക്കുന്നത്. നല്ലപോലെ ആ ഒരു ചുമന്നുള്ളി എണ്ണയിൽ കിടന്ന് മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് ഒരു തക്കാളി ഇതുപോലെ നമ്മളൊന്ന് അരിഞ്ഞു കൊടുക്കുക. തക്കാളി എണ്ണയിൽ കിടന്ന് നല്ലപോലെ വഴണ്ട് വരണം. ഈ ഒരു കറിയുടെ ടേസ്റ്റ്, ആ ഒരു ഗ്രേവിയുടെ ടേസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു തക്കാളിയും ചുമന്നുള്ളിയുടെയാണ് കേട്ടോ. നല്ല കൊഴുപ്പും കിട്ടും, നല്ല ഒരു ടേസ്റ്റുമാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു എരിവിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തുക. ലേശം മല്ലിപ്പൊടി കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 സ്പൂൺ അല്ലെങ്കിൽ 1 സ്പൂൺ മാത്രം. മുളക് പൊടി ആയിരിക്കണം മുന്നിൽ നിൽക്കുന്നത്. പിന്നെ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഈ ഒരു പൊടികളുടെ ഒരു പച്ച മണം മാറി കിട്ടണം. അതുവരെ ചെറിയ തീയിലിട്ടൊന്ന് ചൂടാക്കുക. ഒരു കരിഞ്ഞു പോകും തോന്നുകയാണെങ്കിൽ ചൂടടപ്പയിൽ നിന്ന് മാറ്റിയിട്ട് ആ ഒരു പാത്രത്തിൻ്റെ ചൂടിൽ തന്നെ ചൂടാക്കിയാലും മതി. മല്ലിപ്പൊടി ഇട്ടിട്ട് നമ്മൾ മീൻകറി തയ്യാറാക്കുമ്പോൾ പന്നലായി പോകുമെന്ന് തോന്നുമായിരിക്കും. പക്ഷേ പന്നലാവില്ല കേട്ടോ. 3-4 ദിവസം വരെ യാതൊരു കേടും കൂടാണ്ട് ഇങ്ങനെ തന്നെ ഇരിക്കും. അത് നമുക്ക് ആ ഒരു ചൂടാറി കഴിയുമ്പോൾ ആ ഒരു പൊടികളെല്ലാം ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവരണം. ആ ഒരു സമയം കൊണ്ട് മൺചട്ടി അടപ്പ് വെച്ചിട്ടുണ്ട്. മൺചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടാക്കി കഴിയുമ്പോഴത്തേന് കടുക് ഇട്ട് കൊടുക്കുക. വെളിച്ചെണ്ണ തന്നെ ചെയ്യണം. ഈ ഒരു മീൻകറി വെക്കുന്നത് മൺചട്ടിയിലാണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതലായിരിക്കും. ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്നതാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 3-4 അല്ലി വെളുത്തുള്ളിയാണ് അരിഞ്ഞ് നമ്മൾ ചേർത്തിരിക്കുന്നത്. കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്നൊന്ന് ചെറിയ തീയിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ആ ഒരു കൂട്ടുണ്ടല്ലോ, അത് ചെറിച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ നമ്മൾ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അന്നേരം ആ ഒരു കൂട്ടും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് വെള്ളം ഒഴിക്കേണ്ടത് ഈ രീതിയിൽ നല്ല തിക്കായിട്ട് നമുക്ക് കിട്ടുക ആ ഒരു ഗ്രേവി തയ്യാറാക്കാനുള്ളത്. അന്നേരം അത് ഈ എണ്ണയിലോട്ട് ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അന്നേരം അതൊരു സ്പെഷ്യൽ കൂട്ടാണ് കേട്ടോ. ഇതിപ്പോൾ ചിക്കൻ കറിക്കാണെങ്കിലും മീനിനാണെങ്കിലും ഒക്കെ നമുക്ക് മുട്ടക്കറി വെക്കുകയാണെങ്കിലും ഈ ഒരു ഗ്രേവി ഈ രീതിയിൽ തയ്യാറാക്കുകയാണെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നല്ല ആ ഒരു ചാറിനൊക്കെ നല്ല തിക്നെസ് തോന്നുകയും ചെയ്യും, നല്ലൊരു ടേസ്റ്റുമാണ്. അത് നമ്മൾ ആ ഒരു മിക്സിയുടെ ജാറിൽ നിന്ന് മൊത്തമായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ചെറിയ തീയിലിട്ടിട്ട് അതിനെ ഒന്ന് നമ്മൾ ഈ ഒരു കളറിൽ നിന്ന് കുറച്ചും കൂടി ഡാർക്ക് കളറാക്കണം. അത് ചെറിയ തീയിലിട്ടിട്ട് ആ ഒരു എണ്ണയൊക്കെ തെളിഞ്ഞ് വരുമ്പോഴത്തേന് ഇതിലേക്ക് നമ്മൾ കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. കല്ലുപ്പിന് പകരം പൊടിയുപ്പ് ഇട്ട് കൊടുക്കാം. പക്ഷേ നമ്മൾ കല്ലുപ്പ് രീതിയിൽ ഇടുമ്പം ഏതൊരു കറിക്കും കുറച്ചും കൂടി ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ കല്ലുപ്പ് ഇട്ടിട്ടേക്കുന്നത്. കാരണം നമ്മളതൊന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നതിന് ശേഷം മാത്രം നമുക്കിതിലേക്ക് മറ്റ് ചേരുവകൾ ചേർത്ത് കൊടുക്കാം. ഇതിപ്പം നമ്മൾ വറുത്ത് പൊടിച്ചായിട്ടുള്ള ഉലുവാപ്പൊടിയാണ്. അതുകൊണ്ടാണ് നേരത്തെ നമ്മൾ ഒരു അരപ്പ് തയ്യാറാക്കിയപ്പോൾ ചേർക്കാഞ്ഞത്. അതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഉലുവാപ്പൊടി ചേർക്കുമ്പം ഒരുപാട് കുറഞ്ഞും പോകരുത് എന്നാൽ ഒരുപാട് കൂടുകയും ചെയ്യരുത്. കാരണം കയ്പ്പ് അനുഭവപ്പെടും കൂടിക്കഴിഞ്ഞാൽ. കുറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു മീൻകറിയുടെ ടേസ്റ്റേ മാറിപ്പോവും. പിന്നെ നമ്മൾ കുടംപുളിയാണ് ഇട്ട് കൊടുക്കുന്നത്. കുടംപുളി എന്ന് പറയുന്ന ഒരു 3 ചെറിയ കഷ്ണം നല്ല പുളിയുള്ള പുളിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിന് പകരം പിഴിപുളി വേണമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ ആ ഒരു തക്കാളിയുടെ പുളി മാത്രം മതിയെങ്കിൽ വേറെ പുളികളൊന്നും ചേർക്കുകയേ വേണ്ട. പിന്നെ മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ. നല്ലപോലെ തിളച്ച് വന്നതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരുന്നതായിട്ടുള്ള മീനിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്.
മീൻ കറികൾ നമ്മൾ പല രീതിയിൽ നമ്മൾ തയ്യാറാക്കാറുണ്ട് അല്ലേ. ഓരോ നാട്ടിലും ഓരോ രീതിയിലാണ് മീൻ കറികൾ തയ്യാറാക്കുന്നത്. നമ്മൾ കുറച്ച് മീൻ കറികളൊക്കെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതിനായിട്ട് തന്നെ ഒരു പ്ലേലിസ്റ്റ് തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. മീൻ കറികൾ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അതൊന്ന് കയറി നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. തീർച്ചയായിട്ടും പല വെറൈറ്റികളായിട്ടുള്ള മീൻ കറികൾ, കൂടുതലും ചാളയുടെയാണെന്ന് തോന്നുന്നു ചെയ്തിട്ടുള്ളത്. ഇന്നിപ്പോൾ നമ്മൾ നല്ലപോലെ മീൻ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഒന്ന് ഇങ്ങനെ ചട്ടി കൊണ്ട് ഇങ്ങനെ ചുറ്റിക്കാന്ന് വെച്ചപ്പോഴത്തെ ചട്ടിയിൽ ചെറിയ ചൂടായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ആ ഒരു തവി കൊണ്ട് മാത്രം ഇങ്ങനെ ഒന്ന് ചെയ്തതിന് ശേഷം നമുക്ക് ഒന്ന് മൂടി വെച്ചിട്ട് മീഡിയം തീയിലിട്ടിട്ട് നല്ലപോലെ തിളച്ച് വറ്റി കുറുകി കിട്ടണം. അതാണ് എൻ്റെ ഒരു കറക്റ്റ് പാകം എന്ന് പറയുന്നത്. ഇതിപ്പോൾ അത്യാവശ്യം നല്ല തിക്കായിട്ടിരിക്കുകയാണ് ഗ്രേവി. അന്നേരം കുറച്ചും കൂടെ ഒന്ന് വറ്റി വരട്ടെ. അന്നേരം നല്ലപോലെ ഗ്രേവി വേണം എന്നുള്ളവരാണെങ്കിൽ ഒരുപാട് വറ്റിക്കേണ്ട ആവശ്യമില്ല, മീനൊന്നും അധികം വേവില്ലല്ലോ. അന്നേരം നമുക്ക് കുറച്ച് നേരത്തിന് ശേഷം കാണിക്കാം. നല്ല ഈ രീതിയിൽ വന്നിട്ടുണ്ട്. അന്നേരം ഇത് ഒരു കുറച്ച് നേരം കൂടി ഇങ്ങനെ തന്നെ ഇരുന്നതിന് ശേഷം എണ്ണയൊക്കെ നല്ലപോലെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഞാനിത് പിറ്റേ ദിവസമാണ് എടുക്കുന്നത്. അന്ന് എടുക്കുമ്പോൾ അത്ര ടേസ്റ്റ് കാണില്ല, എന്നാലും ടേസ്റ്റിന് കുഴപ്പമൊന്നുമില്ല. കുറച്ചും കൂടെ ടേസ്റ്റ് കിട്ടണമെങ്കിൽ അത് പിറ്റേ ദിവസം ആയിരിക്കണം. മൺചട്ടി തന്നെ ആ ഒരു ചൂടോട് കൂടി ഇരുന്നിട്ട് പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴത്തേനും അത് കറക്റ്റ് പരുവത്തിൽ വന്നിട്ടുണ്ട്. ഒരുപാട് അങ്ങ് പറ്റിച്ചെടുത്തിട്ടില്ല. ഗ്രേവി അത്യാവശ്യമുള്ളൊരു കറിയായിട്ടാണ് എടുത്തിരിക്കുന്നത്. അന്നേരം മീൻ കറികളെന്നൊക്കെ പറയുമ്പം അത് ഇരിക്കും തോറുമാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ. അന്നേരം നമ്മൾ ഈ ഒരു മല്ലി ചേർത്തെന്ന് വെച്ചിട്ടോ അല്ലെങ്കിൽ ചുവന്നുള്ളി അരച്ച് തക്കാളിയൊക്കെ അരയ്ക്കുമ്പം ഈ ഒരു കറി പെട്ടെന്ന് കേടാവുമെന്ന് കരുതും, പക്ഷേ കേടാവില്ല. 4 ദിവസം വരെ ഒരു കേടും ഉണ്ടാവില്ല കേട്ടോ. ഒരു 5-6 ദിവസം വരെയൊക്കെ നമുക്ക് ഈ ഒരു കറി രാവിലെ വൈകിട്ടും ചൂടാക്കി സൂക്ഷിക്കാൻ പറ്റും. 4 ദിവസം ഫുൾ ഗ്യാരണ്ടി. എന്നിട്ട് അത് നമുക്ക് നല്ല ആ ഒരു ഗ്രേവിക്ക് പോലും അസാധ്യ ടേസ്റ്റാണ് കേട്ടോ. പിറ്റേ ദിവസം എടുത്ത മീൻകറിയിൽ നിന്നുള്ള 2 കഷ്ണങ്ങൾ ഞാൻ ഇതുപോലൊന്ന് വറുത്തെടുക്കുകയാണ്. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ പച്ചമീനിൽ അരപ്പൊക്കെ ചേർത്ത് കുറേ നേരം നമ്മളത് റെസ്റ്റ് ചെയ്യാൻ വെച്ച് അത് വറുത്തെടുക്കുന്നതിനെക്കാട്ടിൽ വേറിട്ട ടേസ്റ്റാണ് കറി വെച്ച മീൻ വറുത്തെടുക്കുമ്പോൾ. അത് തീർച്ചയായിട്ടും നിങ്ങൾ ചിലരെങ്കിലുമൊക്കെ കഴിച്ചിട്ടുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതിപ്പോൾ ചാളയാണെങ്കിലും ഏത് മീനാണെങ്കിലും കറി വെച്ചിട്ട് അതൊന്ന് വറുത്തെടുത്ത് കഴിയുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ്. നല്ല ചൂട് ദോശയുടെ കൂടുതൽ, കപ്പയുടെ കൂടുതൽ, പൊറോട്ട, എന്തിൻ്റെ കൂടുതൽ ബെസ്റ്റ് കോമ്പിനേഷനാണ് ഇവർ രണ്ടും. ഇതിൻ്റെ ഒരു ചാറ് മാത്രം മതി കേട്ടോ കഴിക്കാൻ. ഭയങ്കര ടേസ്റ്റാണ്. അത്യാവശ്യം നല്ല കുറുകി നല്ല ടേസ്റ്റ്, ഉപ്പ്, എരി, പുളി എല്ലാം മുന്നിൽ നിൽക്കുന്ന ഒരു കിടിലൻ മീൻകറി. ഇത് ഒരെണ്ണം നമ്മൾ തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ 3-4 ദിവസത്തേന് മീൻകറി ഒന്നും വെക്കേ വേണ്ട. നല്ലതാണ്, കേടാവത്തില്ല. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ രാവിലെയും വൈകിട്ടും ഒന്നൊന്ന് തിളപ്പിച്ച് വെച്ചിരുന്നാൽ മാത്രം മതി. തുടക്കക്കാർക്ക് പോലും അത്ര ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു സ്പെഷ്യൽ മീൻകറിയാണ്. ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ എന്നും ചെയ്യുന്ന മീൻകറി നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളൊരു കിടിലൻ മീൻകറിയാണ് കേട്ടോ. അത് ഈ ഒരു മീൻ വറുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ മിക്ക ആൾക്കാരുടെ ഫേവറേറ്റാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഇങ്ങനെ ഈ കറി വെച്ച മീൻ വറുത്തിട്ട് കഴിക്കുമ്പോൾ. അന്നേരം ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത്. അതുപോലെ നമ്മുടെ ഒരു ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അന്നേരം എപ്പോഴും പറയുന്ന പോലെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇനിയും നല്ല നല്ല വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും എപ്പോഴും പറയുന്ന പോലെ നന്ദി, നമസ്കാരം.